ഗൈസ് വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഭയങ്കര ഒരു വിഷമത്തിലാണെന്നറിയാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പണക്കത്തിലാണെന്നറിയാം. എന്താ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാത്തേന്ന് പറഞ്ഞിട്ട് ഷോർട്സ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് സോറി, നമ്മൾ ഷോർട്സ് ആണ് കുറച്ച് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതിനിടയിൽ ലോങ് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാൻ കുറച്ച് നേരം കിട്ടിയില്ല. അത് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ചേച്ചിയുടെ വീട്ടിലൊക്കെ ആയിരുന്നു. അവിടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനും അതൊക്കെ ആയിട്ട്, പിന്നെ ന്യൂ ഇയർ ഒക്കെ ആയിട്ട്. അതിനിടയിൽ ഞാൻ വീട്ടിൽ പോയിരുന്നു, അഞ്ചു വീട്ടിൽ പോയിരുന്നു. പിന്നെ വീട്ടിൽ അമ്മയ്ക്കൊക്കെ വയ്യാതൊക്കെ ഇരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് ലോങ് വീഡിയോസ് എടുത്തിരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് എഡിറ്റ് ചെയ്തിട്ടുള്ള സമയം കിട്ടിയില്ല. കുറേ പേര് മിസ് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മളടുത്ത് പറയണത്. അപ്പം എന്തായാലും ഇനി തൊട്ട് എന്തായാലും ലോങ് വീഡിയോസ് ഉണ്ടായിരിക്കും, ഉറപ്പാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതിൻ്റെ ഇൻട്രോ എടുക്കുന്നത്. ന്യൂ ഇയർ വീഡിയോ ആണ് ഞാൻ പോണത്. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ എത്ര ദിവസമായി, 4-5 ദിവസമായിട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ എല്ലാവരുടെയും ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു, ന്യൂ ഇയർ ആഘോഷങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും ആഘോഷം ഉണ്ടാവുമെന്ന് മനസ്സിലായി. കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരും ഇപ്പോൾ ആഘോഷിക്കുന്നുണ്ട്, എല്ലാ ആഘോഷങ്ങളും. അതെന്തായാലും ഒരു കണക്കിന് നല്ലതല്ലേ. കാരണം നമ്മുടെ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഓരോ നിമിഷം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സന്തോഷിച്ചിട്ടിരിക്കാൻ പറ്റിയാൽ അത് വളരെ നന്നായിരിക്കും നമുക്ക് തന്നെ. അപ്പോൾ എൻ്റെ ന്യൂ ഇയർ ആഘോഷങ്ങൾ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ചേച്ചിയുടെ വീട്ടിലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചുണ്ടായിരുന്നില്ല ഇവിടെ, ഓൾറെഡി വെക്കേഷനുകൾ വീട്ടിൽ പോവായിരുന്നല്ലോ. അപ്പോൾ അവളുടെ ന്യൂ ഇയർ ആഘോഷം അവിടെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഒന്നില്ലെങ്കിൽ ന്യൂ ഇയറിന് വലിയ പരിപാടികളൊന്നും ഉണ്ടാവില്ല. പറ്റുകയാണെങ്കിൽ അഴീക്കോട് പോവാറുണ്ട്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്രാവശ്യം ബീച്ച് ഫെസ്റ്റിവലിനൊന്നും ഞാൻ പോയില്ല കേട്ടോ. 2 പ്രാവശ്യം പോയിരുന്നു. ഇവിടെ അമ്മ അച്ഛനും ഒരു പ്രാവശ്യം പോയി, ഞാൻ പോയില്ല. ഒന്നാമത് ഉണ്ണികൾക്ക് വയ്യാതൊക്കെ ഇരിക്കുകയായിരുന്നു, കണ്ണിന് ഇൻഫെക്ഷനായിട്ടും പനിയും ഇതൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ രാത്രി ആ ഒരു തണവത്ത് കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനതിന് പോയില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഒന്നും കാണാൻ പറ്റില്ല, പരിപാടികളൊന്നും കാണാൻ വേണ്ട, DJ സംഭവങ്ങളൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഞാൻ ന്യൂ ഇയർ ആഘോഷിച്ചത് ചേച്ചിയുടെ വീട്ടിലായിരുന്നു. അവിടെ 2 ചേച്ചിമാരുണ്ടായിരുന്നു. ചേട്ടൻ ഉണ്ണികളൊക്കെ ആയിട്ട് അവിടെയായിരുന്നു ആഘോഷിച്ചത്. എന്തായാലും അടിച്ചു പൊളിച്ചുട്ടാ. ഞാൻ അങ്ങനെ ഒരു ന്യൂ ഇയർ ഇതായിട്ട് ആഘോഷിച്ചില്ല. വീട്ടിൽ ഇത്രയും നല്ല അതിഗംഭീരമായിട്ട് സെറ്റൊക്കെ ചെയ്തിട്ട് ആഘോഷിച്ചിട്ടില്ല. അപ്പം അതാണ് ഇന്നത്തെ വ്ളോഗ്. എല്ലാവരും കാണാം, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടനാണെങ്കിൽ കുറേ പടക്കങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, മാലപ്പടക്കം ഗുണ്ടൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ന്യൂ ഇയർ ആയിട്ട് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ പോണത്. പിന്നെ വേറെ വിട്ട് നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. ഞാനും അഞ്ചും അധികം ഒന്നിച്ചുണ്ടാവാറില്ല ന്യൂ ഇയർ ആയിട്ട്. കാരണം ഒന്നില്ലെങ്കിൽ അവിടെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അവൾ വീട്ടിലായിരിക്കും. പിന്നെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയം അങ്ങനെയൊക്കെ ആയിട്ട്. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. കഴിഞ്ഞതോ അതിൻ്റെ മുന്നത്തെ കൊല്ലം കണ്ട് ഞങ്ങളൊരു ബീച്ച് ഫെസ്റ്റിലൊക്കെ പോയിട്ട് ഒരുമിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വേളയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയും പടക്കങ്ങളും കമ്പിത്തിരിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇവർക്കാണെങ്കിൽ കമ്പിത്തിരി കണ്ടിട്ട് അമ്മ പൊട്ടിക്കുക എന്നുണ്ട് പടം. നമ്മൾ ഇന്നത്തെ ന്യൂ ഇയർ ആഘോഷം ഇവിടെയാണ്, ചേച്ചിയുടെ വീട്ടിലാണ്. എല്ലാവരും ഉണ്ട് ഇവിടെ. അല്ല ബി, അത് മാത്രമല്ല ഇന്ന് 12 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അബീയുടെ പിറന്നാളാണ്. ജനുവരി 1 അബീയുടെ പിറന്നാളാണ്. അപ്പൊ അതുകൊണ്ട് കാര്യം കട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക. എവിടെയാണോ കട്ട് ചെയ്ത, എവിടെയാണോ? പിള്ളേർ ഭയങ്കര ത്രില്ലല്ല കേട്ടോ. കാരണം സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, പടക്കം ഉണ്ട് കാണാനായിട്ട്. പിന്നെ അതും പോരാഞ്ഞിട്ട് മൈക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ മൈക്കിൽ ഓളിട്ട് ഹലോ ഹലോ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഫുഡൊന്നും വാങ്ങിക്കില്ല. വീട്ടിലുണ്ടാക്കിയ ഫുഡ് തന്നെയാണ്. വലിയ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മീൻ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു, മീൻ വറുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ചുമ്മാ 65 എന്തെങ്കിലും മേടിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ ന്യൂ ഇയർ ആയിട്ട് പുറത്തുനിന്ന് കഴിക്കാറുണ്ട്. ഞാനും അച്ഛനും അമ്മയും മാത്രം ഉണ്ടായിരുന്ന സമയത്ത്, അതായത് പണിക്കാട്ടിലായിരുന്നെങ്കിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങൾ എന്തായാലും വല്ല പുറത്തുനിന്ന് കഴിക്കും, വാങ്ങിച്ചു കഴിക്കും, അല്ലെങ്കിൽ ബിരിയാണി കഴിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ആക്കാറുണ്ട് കേട്ടോ ഞാൻ വീട്ടിലുണ്ടായിരുന്ന സമയത്ത്. പിന്നെ എന്താണ്, അപ്പോൾ എല്ലാ കറികളും ഒന്നുകൂടി ചൂടാക്കുകയാണ്. കാരണം ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയം ഒരു സമയം തന്നെയായിരിക്കും. പക്ഷേ എനിക്ക് വലിയ എല്ലാ കറിയും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അപ്പം തന്നെ കുറേയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. കാലത്ത് നൂൽപ്പുട്ടൊക്കെ ഉണ്ടായിരുന്നു, നൂലപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഐശ്വര്യമായിട്ട് കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്പീക്കറിൽ ഇപ്പോൾ പാട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ 2 ചേച്ചിമാർക്കും ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാനായിട്ട്. വെറുതെ ഇരിക്കാനുണ്ടെങ്കിൽ പാടി ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ പാട്ട് പാടാം. അതായത് ഏതൊരു ഒക്കേഷൻ വന്നിട്ടുണ്ടെങ്കിലും ഡാൻസ് കളിച്ച് പാട്ട് പാടി അടിച്ചു പൊളിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി മാത്രമേ ഉള്ളൂ. ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തിട്ടുള്ളത് നാളത്തെ അപ്പീരെ ബർത്ത്ഡേ സെലിബ്രേഷനും കൂടി വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പടക്കം പൊട്ടി ആഘോഷിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എന്തോ മറ്റേ റോക്കറ്റൊക്കെ വാങ്ങിച്ചു, റോക്കറ്റ് വാണം അങ്ങനെ എന്തായിട്ട് പറയില്ലേ, അതെന്നെ ആദ്യം പൊട്ടിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്.
ഞാൻ സത്യം പറഞ്ഞാൽ ഇടുക്കി പോയിട്ടോ എൻ്റെ നിഖിൽ ചേട്ടൻ്റെയും എൻ്റെ നീതു ചേച്ചിൻ്റെയും പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ അന്താളിച്ച് നിന്ന് പോയി. കാരണം ഇവർ ഇത്രയും വലിയ ഗായികയും ഗായകനുമാണെന്ന് ഞങ്ങൾ ആ ഒരു നിമിഷത്തിലാണ് തിരിച്ചറിഞ്ഞത്. നീതുവിൻ്റെയും നിഖിൽ ചേട്ടൻ ഞങ്ങളിട്ട് തൂക്കായിരുന്നു. അതായത് പക്ക പ്രൊഫഷണൽ സിംഗേഴ്സിനെ പോലെയാണ് ഫേസ് എക്സ്പ്രഷനും പിന്നെ ലിറിക്സൊക്കെ നോക്കിയിട്ടേ പാടുള്ളൂ. ഇനി ചേച്ചിക്ക് പിന്നെയും പാട്ട് പാടാൻ അറിയില്ല, എനിക്ക് ഒട്ടും പാട്ട് പാടാൻ അറിയില്ല. പക്ഷെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും, ഇവരെ സപ്പോർട്ടൊക്കെ ചെയ്യും. പിന്നെ ഒട്ടും വിട്ടുതരുന്നുണ്ടായില്ല മൈക്ക്. പിന്നെ എനിക്ക് പോലും ചോദിച്ചിട്ട് മൈക്ക് കൊടുക്കാണ്ട് കുത്തിന്ന് പാടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഹരം പിടിച്ചു കഴിഞ്ഞു. പിന്നെ ഓഡിയൻസായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എല്ലാവരും ഉണ്ട്. എങ്ങനെ പാടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ട് അങ്ങനെ പറഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ഇൻട്രസ്റ്റ് കൂടും. പിന്നെ ഈ ഇരിക്കുന്ന മുതലിനെ കുറിച്ച് ഒന്നും പറയണ്ട. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടാനായിട്ട്. പാട്ട് കുത്തരണമെങ്കിലും അടിപൊളിയായിട്ട് ഫേസ് എക്സ്പ്രഷനൊക്കെ പാടിക്കോളും. അങ്ങനെ അവരവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളും അതിനിടയിൽ കൂടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല പാട്ടുകളൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു രസം തന്നെയായിരുന്നു. ന്യൂ ഇയർ ആയിട്ട് വീട്ടിൽ സ്പീക്കറൊക്കെ വെച്ച് അപ്പുറത്തിപ്പുറത്തൊക്കെ ഉള്ള അയൽവക്കക്കാരൊക്കെ നോക്കിക്കൊണ്ട് ഹായ് പറഞ്ഞു. പിന്നെ അടിച്ചു പൊളിക്കുക ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നൊക്കെ ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞിട്ട് വായു എന്ന് പറഞ്ഞു. പിന്നെ വരാം ഈ അയൽവക്കക്കാരെന്നൊക്കെ പറഞ്ഞ അത്യാവശ്യം ഏജ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് എനിക്ക് ടാറ്റ തന്നിരുന്നത്. ഒരു 5-6 പാട്ട് പാടിക്കപ്പോഴേക്കും ഇവർക്ക് കുറച്ച് ഒതുക്കം കിട്ടിയിട്ടുണ്ട്. നേരെ പടക്കത്തിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ സമയം 11:45 സത്യം പറഞ്ഞാൽ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. അതായത് ഒരു വർഷം ഈ സമയമല്ല ഉദ്ദേശിച്ചത്, ഒരു വർഷം ഇങ്ങോട്ട് പോയി. ഹാപ്പി ന്യൂ ഇയർ ആയി. എന്താല്ലേ നമ്മുടെ വയസ്സും അതേപോലെ തന്നെ നല്ല നല്ല ഓർമ്മകളും അല്ലെങ്കിൽ പൊട്ട ഓർമ്മകളൊക്കെ ഈ ഒരു വർഷത്തോട് കൂടിയിട്ട് അങ്ങോട്ട് തീർന്ന് അടുത്ത വർഷം ആയി. എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആണ് വിഷ് ചെയ്യുന്നത്. എല്ലാം നന്നായിട്ട് നടക്കട്ടെ. ഇതും കടന്നു പോകും എന്ന് പറഞ്ഞ പോലെ വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കഴിഞ്ഞു പോകും. സന്തോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ലൈഫിലേക്ക് വരട്ടെ. അപ്പം ഞങ്ങൾ എന്തായാലും ആഹ്ലാദ തിമിർപ്പിലാണ്. വീട്ടിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും അടിച്ചു പൊളിക്കാനായിട്ടോ. കാരണം ഞങ്ങൾ ബീച്ച് ബസ്സിനൊക്കെ പോകുമ്പോൾ ഇത്രയും അടിച്ചു പൊളിക്കാൻ പറ്റാറില്ല. കാരണം ഏതെങ്കിലും ഒരു കോർണറിൽ എനിക്കായാലും അഞ്ജുനായാലും സ്ഥലം കിട്ടും, അവിടെ നിന്ന് വെറുതെ നോക്കി ജസ്റ്റ് തുള്ളിച്ചാടും, അത്രേ ഉള്ളൂ. പക്ഷേ വീട്ടിൽ ഞങ്ങൾ പണിക്കാട്ടിലായാലും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചില്ല. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു അടുത്ത പ്രാവശ്യം പണിക്കാട്ടിൽ ഇതുപോലെ സ്പീക്കറും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വീട്ടിനുള്ളിൽ ഇരുന്നിട്ട് അടിച്ചു പൊളിക്കും, വേറെ അടുത്തും പോവാതെ. അതിന് മുന്നേ ബീച്ച് ബസ്സിലൊക്കെ പോയി വന്നിട്ട് വീട്ടിനുള്ളിൽ 31 അടിച്ചു പൊളിക്കുന്ന വിചാരിക്കും. ഈ പ്രാവശ്യം ഞാൻ ബീച്ച് ബസ്സിൽ പോയില്ല, അല്ലെങ്കിൽ പോണതാണ്. പക്ഷേ ഇപ്രാവശ്യം പോയില്ല. പോയിട്ടുള്ള ഈ പിള്ളേരും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഫ്രീഡം കിട്ടില്ലല്ലോ. ഫ്രീഡം എന്ന് മാത്രമല്ല, ഇവർക്കും രാത്രി മഞ്ഞ് തണവൊക്കെ കയറി വയ്യാണ്ട് അവിടെ വയ്യായ കഴിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ ആലോചിച്ച് പോയിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ നോക്കണം, അമ്മച്ചാൽ പോകണം. അങ്ങനെ എന്തായാലും ഞങ്ങൾ അടിപൊളിയായിട്ട് ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു ന്യൂ ഇയറിനെ വരവേറ്റിട്ടുണ്ട്. അപ്പിക്ക് എന്തത്ര സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അവൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ ലോകം ഫുള്ളും കൊണ്ടാടുന്ന ഇൻസ്റ്റയിലൊക്കെ സ്റ്റാറ്റസൊക്കെ കാണും. നമ്മൾ പോസ്റ്റ് കണ്ടില്ലേ, ജനുവരി 1 ബർത്ത്ഡേ ഉള്ളവർ ഇങ്ങനെ പറയും, എൻ്റെ ബർത്ത്ഡേ ആണ് ഈ ലോകം ഫുള്ള് കൊണ്ടാടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരും ഫുഡൊന്നും കഴിച്ചില്ല. ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ കഴിച്ചു, ചിക്കൻ കറിയും നൂലപ്പൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ 65 അങ്ങാണ്ട് ചേട്ടൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നിരിക്കുന്നുണ്ട്. ഗ്രില്ലും ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഇരിക്കുന്നുണ്ട്. പിന്നെ ഇനി ഫുള്ള് വൈബ് കളികൾ മാത്രമാണ് ഇവർക്ക്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും
കണ്ടില്ലേ അതാണ് മുതൽ. ഇങ്ങനത്തെ മുതലുകളാണ് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അങ്ങനെ പരിപാടികളൊക്കെ ഏകദേശം അവസാനിച്ചു. ടയേർഡായിട്ട് ആ തുള്ളി ചാടിയിട്ട് മുറൊക്കെ പാട്ട് പാടിയിട്ടൊക്കെ നികിചേട്ടൻ തൊണ്ടയിലൊരു തുള്ളി വെള്ളം പോലും ഇല്ല. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു സമയത്താണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ. ഫുഡ് കഴിക്കാതിരിക്കട്ടെ. ചപ്പാത്തി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ പൊറോട്ട എങ്ങാണ്ടാണെന്നൊന്നും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ദോശ ചുട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു, ദോശയുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ന്യൂ ഇയർ പരിപാടി ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. നിങ്ങളുടെ ന്യൂ ഇയർ പരിപാടിയുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ്സ് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ.